തട്ടുന്നുണ്ടോ? കുഴപ്പമില്ല, മാറിക്കോളാം. അടച്ചു വെച്ചേരാ. മഴമഴ കുടകുട മഴ പൊക്കുട. കോൺസെൻട്രേഷൻ കളയുന്നത് ആയുധം വെച്ചുള്ള കളി. നല്ലയാടാ. എങ്ങനെ ലിപ്സ്റ്റിക് ഇച്ചിരി ഡാർക്ക് ആക്കട്ടെ. ഡാർക്ക്. ഹലോ അണ്ണാ, അപ്പൂന്റെ ഫോൺ വിളിച്ചാൽ വെച്ചോ. പേരുന്നേ സംസാരിച്ചോട്ടെ. അപ്പൂന്റെ ഫോൺ വിളിയോട്ടോ ഇടണേ. ശരി ശരിയാ. ലിപ്സ്റ്റിക് ഇട്ടെന്ന് വെച്ച് സംസാരിക്കുന്നത് എന്താ കുട്ടി കുട്ടിക്ക്? ശ്രീനിവാസൻ ചിരിക്കും. ഇത് ഈ പല്ലകത്ത് ചുണ്ട് കുറച്ചുകൂടെ തെല്ലട്ടെ. കല്യാണത്തിന് ഒരുങ്ങിയതാ. പിന്നെ ഞാൻ കരുതിയില്ല ഒന്നുകൂടെ ഒന്ന് ഒരുങ്ങേണ്ടി വരുമെന്ന്. ഐലൻഡർ പറ്റിച്ചവിടെ നല്ല രസമുണ്ട് കേട്ടോ. കൊള്ളാം. എനിക്ക് കല്യാണത്തിന്റെ തലേന്നൊക്കെ ഒരുങ്ങാനൊക്കെ തോന്നുന്നു. കെട്ടണം. അപ്പം ചെലപ്പോ ഏട്ട സഭയ്ക്ക് കെട്ടിക്കോ കെട്ടിക്കോ പൊക്കോ പൊക്കോ. അമ്മ രാവിലെ എന്താ കഴിച്ചു? ഞാനൊന്നും കഴിച്ചില്ല. എനിക്ക് വിശപ്പിന്റെ അസുഖമാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ എന്താ ഈ രാവിലെ ഈ റോട്ടിൽ ഫോണെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു മേക്കപ്പ് ഒക്കെ ഇട്ടൊരു ഫോട്ടോഷൂട്ട് നടത്തണമെന്നുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പം നമ്മൾ വീട്ടിൽ തന്നെ പരിപാടി നടത്തിയിട്ടാണ് ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അപ്പം കുറേ നാളിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങിയിട്ടൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ വന്നിരിക്കുന്ന സ്ഥലമാണിത്, നമ്മുടെ മന്ത്ര ബ്യൂട്ടി ലോഞ്ച്. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചീരങ്കാവ് പുത്തൂര് റോഡില്ലേ, അതിൽ കാരുവേൽ എന്ന് പറയുന്ന സ്ഥലത്ത് റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ മന്ത്ര ബ്യൂട്ടി ലോഞ്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് വന്നാൽ നല്ല സർവീസാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ ഓൾറെഡി ഇവിടെ ത്രെഡിങ്ങിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ വൃന്ദേ ഇതിനു വേണ്ടി ചൂസ് ചെയ്തത് കേട്ടോ. അപ്പം ഞാനവിടെ ചെന്ന സമയത്ത് കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കരുതി കുറച്ച് പാർലറിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന്. നിങ്ങൾ പാർലർ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ സീസൺസ് അനുസരിച്ച് ഓരോ ഓഫേഴ്സ് ഇടും. ഇപ്പോൾ സമ്മർ സീസൺ ആവട്ടെ, മൺസൂൺ സീസൺ ആവട്ടെ, എല്ലാം ഒരു കോംബോ ഓഫർ പോലെയൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ നല്ല നല്ല സർവീസ് എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാ ടൈപ്പ് ഫേഷ്യൽസ് അവൈലബിൾ ആണ്. പിന്നെ ഹൈഡ്രാ ഫേഷ്യൽ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്, ആൻറ്റി ടാൻ ഫേഷ്യൽസ് ഒക്കെ ഉണ്ട്. പിന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ സ്മൂത്തനിങ്, ബ്ലോ ഡ്രൈ, കെരാറ്റിൻ, നാനോപ്ലാസ്റ്റി, ഇതെല്ലാം നല്ല പ്രോഡക്ട്സ്, നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ഒക്കെ വെച്ചാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും സർവീസൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വൃന്ദയുടെ മന്ത്ര ബ്യൂട്ടി ലോഞ്ചിൽ തന്നെ വരിക. ഇവർ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ്, അതുപോലെ ഫോൺ നമ്പർ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും കോൺടാക്ട് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയുകയാണ്, നിങ്ങളിവിടെ വന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശരായിട്ട് പോകേണ്ടി വരത്തില്ല. 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ ഞാൻ ഇവിടെ പോയതിന് ശേഷം ഉറപ്പായിട്ടും എടുത്തൊരു തീരുമാനമാണ്, ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും കല്യാണമോ എന്തെങ്കിലും പ്രോഗ്രാമോ പരിപാടിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ടേ പോകത്തുള്ളൂ. എന്ന് വെച്ചാൽ ലോ റേറ്റിൽ, നിങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് സാരിയൊക്കെ ഡ്രൈപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാം. കാരണം എന്തായാലും നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങി പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിലും 100% ബെറ്റർ ആയിട്ട് ഒന്ന് സ്റ്റൈലായിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവിടെ വരാം. എന്തായാലും ഞാനത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ എടുത്തൊരു തീരുമാനമാണത് കേട്ടോ. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും എൻ്റെ ഫാമിലിയിൽ എൻ്റെ അടുത്ത ആൾക്കാരുടെ വല്ല മാരേജ് ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഉറപ്പായിട്ടും എന്നിട്ട് വൃന്ദയുടെ മന്ത്ര ബ്യൂട്ടി ലോഞ്ച് വന്നിട്ട് ഒരുങ്ങിയിട്ടൊക്കെ പോകത്തുള്ളൂ.
പിന്നെ ഇവിടുത്തെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഉടനെ തന്നെ എടുക്കണമെന്ന് തോന്നിയൊരു സംഭവമാണ് നമ്മുടെ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ്. അവരുടെ മറ്റേ ക്യാമറയൊക്കെ വെച്ച് തലയിൽ നോക്കിയപ്പം നല്ല താരനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ എടുക്കാം. അപ്പം ഇനി എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുങ്ങണം. കാരണം ഇനി ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. എൻ്റെ പുറകിൽ പ്രതിമയൊക്കെ ഇരിക്കുന്നല്ലേ. അപ്പം കസ്റ്റമറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാനുമായിട്ടുള്ള യുദ്ധമാണ് വൃന്ദയ്ക്ക്. അപ്പം ഞങ്ങൾ ഇനി പെട്ടെന്ന് ഒരുങ്ങായിരിക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഇടീലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞങ്ങൾ ആദ്യമേ ലെൻസ് ഇടാൻ ട്രൈ ചെയ്തു. എനിക്ക് ഒരു കണ്ണിലിട്ടപ്പോൾ നല്ല ഇറിറ്റേഷൻ ആയിരുന്നു. ഒരു കണ്ണിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. എനിക്ക് അതിൽ ഇറിറ്റേഷൻ ആയിരുന്നു കണ്ണി. തട്ടുന്നുണ്ടോ? കുഴപ്പമില്ല, മാറിക്കോളും. കണ്ണടച്ച് വെച്ചേരാ. മാറും, കുറച്ച് കഴിയുമ്പോൾ മാറും. അപ്പോൾ കണ്ണിന് നല്ല ഇറിറ്റേഷൻ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ലെൻസ് വെക്കാന്നുള്ള തീരുമാനം അങ്ങ് ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇതാണ് സ്റ്റാർ ഓഫ് ദ ഡേ, നമ്മുടെ വൃന്ദ എന്ന് പറയുന്നത്. അപ്പം പുള്ളിക്കാരിയാണ് എനിക്ക് മേക്കപ്പ് ചെയ്തിരുന്നത്. എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് വൃന്ദ കേട്ടോ. അപ്പം അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ വൃന്ദയെ വീഡിയോയിൽ കാണിക്കുന്ന വൃന്ദയ്ക്ക് ഭയങ്കര നാണമായിരുന്നു. എന്തിനാണ് ഈ കുട്ടിക്ക്? അതുകൊണ്ടാണ് വൃന്ദയെ ആദ്യമേ ഒന്ന് കാണിക്കാഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ മന്ത്ര ബ്യൂട്ടി ലോഞ്ചിൻ്റെ ഉടമയാണ് ഈ നിൽക്കുന്നത്, വൃന്ദ. അപ്പോൾ ഞങ്ങളിനി പെട്ടെന്ന് മേക്കപ്പ് ചെയ്യട്ടെ കേട്ടോ. ഇതിങ്ങനെ പോകുന്നതായിരിക്കും മേക്കപ്പ്. അതിന് കല്യാണത്തിന് മുന്നേ ഫേഷ്യൽ ചെയ്യാനും പറയുന്നത്, ക്ലീനൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേഷ്യലോ ക്ലീനപ്പോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ വൃന്ദ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന നേരത്തെ. സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തില്ല. ഞാനിങ്ങനെ ശടപടയെന്ന് പറഞ്ഞ് ഞാൻ ഇന്നൊരു ദിവസം വരും നമുക്ക് മേക്കപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയതാണ്. അല്ലാതെ ഞാൻ ഈ ഫേഷ്യൽ ചെയ്യണമെന്നോ ക്ലീനപ്പ് ചെയ്യണമെന്നൊന്നും ഓർത്തില്ല. നമ്മൾ മാരേജിന് മുന്നേ നമ്മളിതൊക്കെ ചെയ്തിട്ടല്ലേ നമ്മൾ മാരേജിന് ഒരുങ്ങാറുള്ളത്. അതേ കണക്ക് തന്നെ നിങ്ങൾ ഇതേ കണക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഒരുങ്ങുമ്പോൾ ജസ്റ്റ് ഒരു ക്ലീനപ്പ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് മേക്കപ്പ് ഇടുക. അപ്പം നല്ല പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ അപ്പം നമ്മൾ ദാണ്ടെ ഫേസ് മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മേക്ക് ഓവർ എന്ന് പറയുമ്പം നമ്മൾ ബ്രൈഡൽ മേക്ക് ഓവർ കണക്കല്ലായിരുന്നു. ഒരു ജസ്റ്റ് 1 ഡേയിൽ ഒരു 3 അവർക്ക് ഷൂട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു മേക്കപ്പ് ആയിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാനും പറ്റി. പക്ഷേ നല്ല പെർഫെക്ഷൻ ആയിരുന്നു കേട്ടോ. ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് എനിക്ക് കല്യാണത്തിൻ്റെ തലേന്ന് ഒരുങ്ങിയ പോലൊക്കെയാണ് തോന്നിയെന്ന്. അത്രയ്ക്ക് നല്ല നീറ്റും ക്ലീനും പെർഫെക്റ്റ് ആയിട്ടുള്ള മേക്കപ്പ് ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഒരുങ്ങുന്നതിൽ ഏറ്റവും പേടിയുള്ളൊരു ടൈമാണിത് കേട്ടോ. നമ്മുടെ ഐബ്രോ സെറ്റ് ചെയ്യുമ്പം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പിരിവൊക്കെ എഴുതുക പറയുമ്പം എൻ്റെ മനസ്സിൽ മറ്റേ കുഞ്ഞാവയ്ക്ക് പിരിവ് എഴുതുക അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സമയമാണ് ഈ നമ്മുടെ ഐബ്രോ വെച്ച് കളിക്കുമ്പോഴുള്ള പരിപാടി. പക്ഷേ എനിക്കത് വൃന്ദ സെറ്റ് ചെയ്ത് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഞാൻ പറഞ്ഞില്ല ഐബ്രോ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് നമ്മുടെ ഐബ്രോയും കണ്ണും ഒക്കെ നല്ലപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിലൊക്കെ ഉള്ള ലുക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ വൃന്ദ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു നോക്കാനൊക്കെ. അങ്ങനെ നമ്മുടെ ഫേസ് മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പ് ഉണ്ട്, അതുപോലെ ലിപ്സ്റ്റിക്ക് ഇടണം. അങ്ങനെ കുറച്ച് പരിപാടിയും കൂടെ ഉള്ളു. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ കണ്ണിലുള്ള കലാപരിപാടികൾ നല്ലപോലെ നടന്നു. ഇനി ചുണ്ടിലെ കലാപരിപാടിയായിരുന്നു സൂപ്പർ. കോൺസെൻട്രേഷൻ കളയുന്നത് ആയുധം വെച്ചുള്ള കളി. നമുക്ക് എങ്ങനെ ലിപ്സ്റ്റിക് ഇച്ചിരി ഡാർക്ക് ആക്കട്ടെ? ഡാർക്ക്
ഹലോ അണ്ണാ അപ്പൂന്റെ ഓടെ വിളിച്ചാല് വെച്ചോ. അതെ പേരെന്ന് പറഞ്ഞേ, ഞാൻ സംസാരിച്ചോട്ടെ. അപ്പൂന്റെ ഫോണിൽ വിളി കേട്ടോ ഏട്ടനെ. ശരി ശരിയാ. എനിക്കതല്ലേ ലിപ്സ്റ്റിക് ഇട്ടെന്ന് വെച്ച് സംസാരിക്കുന്നത്. എന്താ കുട്ടിക്ക് മറ്റേ ശ്രീനിവാസ ചിരിക്കും. ശ്രീനിവാസ ചിരിക്കൂ. ഇത് ഈ പല്ലകത്ത് ചുണ്ട് കുറച്ചുകൂടെ തെല്ലട്ടെ. നിൽക്കേ എനിക്കറിയത്തില്ല, ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയപ്പോഴാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ തന്നെ പേടിയായിരുന്നു. എന്ന് വെച്ചാൽ മെയിനായിട്ട് പുള്ളിക്കാർ നമ്മളെ ഒരുക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കോള് വരുന്നത്, ഞാൻ വീഡിയോ എടുക്കുന്ന. അപ്പോൾ പുള്ളിക്കാർക്ക് ഒരു ഡിസ്റ്റർബൻസ് ഓഫ് ഇന്ത്യ ആവരുതല്ലോ, അതാണ് ഞാനിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഭയങ്കര കോമഡി ആയിരുന്നു. പിന്നെ വൃന്ദയായിട്ട് എനിക്കൊരു പരിചയം ഉണ്ടായിട്ട് അവൾ എന്നെ തല്ലിക്കൊന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ആ ഒരു ലിപ്പിലെ പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞു. കല്യാണത്തിന് ഒരുങ്ങിയതാ. പിന്നെ ഞാൻ കരുതിയില്ല ഒന്നുകൂടെ ഒന്ന് ഒരുങ്ങേണ്ടി വരുമെന്ന്. ഞാൻ വരയ്ക്കട്ടെ അല്ലെങ്കിൽ എങ്ങനെയാണിപ്പം? അങ്ങനെ കണ്ണൊക്കെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. കണ്ണ് ഞാനാണ് എഴുതിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഐലാഷൊക്കെ വെച്ചു. അതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. ഐലാഷൂടെ വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു മേക്കപ്പിൻ്റെ ലുക്ക് തന്നെ മാറി കേട്ടോ. കണ്ണിൽ ലെൻസുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കിടുവായിരുന്നു തോന്നി. പക്ഷേ എനിക്ക് നല്ല ഇറിറ്റേഷൻ ആയതുകൊണ്ടാണ് വെക്കാൻ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനെന്തോ പരിപാടി കാണിച്ചോടെ. പക്ഷെ എന്തായാലും എനിക്ക് വൃന്ദ കറക്റ്റ് ചെയ്ത് തന്നു. ഞാൻ കരുതി എന്നെ കൊന്നെന്ന്. നല്ല രസമുണ്ട് കേട്ടോ. കൊള്ളാം. ഞാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ഫേസ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി മുടി ഒന്ന് സെറ്റ് ചെയ്യണം. മുടി നമ്മൾ അഴിച്ചിടാന്നൊരു പ്ലാനിലായിരുന്നു കേട്ടോ. കെട്ടിവെച്ച് ഇനി കുളമാവണ്ടെന്ന് കരുതി അങ്ങനെ അഴിച്ചിട്ടിട്ട് കുറച്ച് ശാലീനതയൊക്കെ കാണിക്കാമെന്ന് കരുതി ഫോട്ടോയിൽ. അങ്ങനെ മുടി ഞങ്ങൾ ജസ്റ്റ് അയൺ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് കല്യാണത്തിന്റെ തലേന്നൊക്കെ ഒരുങ്ങാനൊക്കെ തോന്നുന്നു. കെട്ടണം. അപ്പം ഏട്ട സമ്മതിക്കുന്നില്ലേ? ചിലപ്പോ ഏട്ട സമ്മതിക്കും. കെട്ടിക്കോ പൊക്കോ പൊക്കോ. അമ്മ രാവിലെ എന്താ കഴിച്ച്? ഞാൻ ഒന്നും കഴിച്ചില്ല. അത് ഗർഭിണിയാ. എനിക്കങ്ങനെ ഒന്നുമില്ല, എനിക്ക് വിശപ്പിന്റെ അസുഖമാണ്. അങ്ങനെ ഞങ്ങൾ മുടി അയൺ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് മുടി ഇങ്ങനെ കിടന്ന ഒരു ഭംഗി ഉണ്ടായിരിക്കുമല്ലോ എന്ന്. അങ്ങനെ കരുതി നമുക്ക് കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് എന്താണ് ഹാങ്ങിങ്സ് പോലെ വെട്ടിയിടാമെന്ന്. അങ്ങനെ ഞങ്ങൾ അതും ട്രൈ ചെയ്തു. കുറച്ച് മുടി ഫ്രണ്ടിൽ താണ്ടെ വെട്ടിയിടാൻ പോവുകയാണ് ഇനി. അപ്പോഴാ ഹെയർ കട്ട് മതിയോ? ഇതേട്ടാ മറ്റേ ഒന്നിനും അങ്ങനെ നോ പറയുന്നൊന്നല്ല. എന്നാലും ചില വീക്ക്നെസ്സുകൾ ഇല്ലയോ, ഓരോന്ന് കണ്ട് പേടിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഏട്ടന്റെ ഫ്രണ്ടിന്റെ വൈഫിന്റെ മുടിയൊക്കെ. അപ്പൊ എനിക്ക് പേടിയാവുന്നേ. പക്ഷെ ഞാൻ പറയാൻ അങ്ങനെ പറയത്തൊന്നുമില്ല. ചെന്ന് കാണും പേടി. അയ്യോ ഞാൻ ആക്ച്വലി മതിയോ പോരെ പോരെ. ഞാൻ പക്ഷെ ഇടയ്ക്ക് വെച്ച് വീട്ടിൽ വെച്ചൊക്കെ കേട്ടോ. മറ്റേ യൂട്യൂബിൽ ട്രൈ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, മുമ്പ് വെച്ച് ചുരുട്ടിയിട്ട് ചീപ്പ് കയറ്റി കറക്കിയിട്ടൊക്കെ ഉള്ള. പക്ഷെ കൊള്ളാടാ, വെട്ടിയിട്ടപ്പോ കൊള്ളാം.
മറ്റേ എന്റെ മുടി എനിക്ക് ഇവിടെ ഉണ്ടോ? ഇല്ലില്ല, അവിടെ വെട്ടി. ഇത് ഞാൻ കണ്ടത്, ഞാൻ പണ്ട് വെട്ടിയതാ. കണ്ട കൊള്ളാടാ. പക്ഷെ എണ്ണയിച്ചോ? വേണ്ട, ഞാൻ ഇവിടെ പോവില്ല. എണ്ണയിച്ചില്ലേ? ഇല്ല. എന്നിട്ട് നമുക്ക് രക്ഷയുടെ എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫേസ് മേക്കപ്പും ഹെയറും ഒക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ടായിട്ടാണ് കേട്ടോ വൃന്ദ എണ്ണീറ്റ് നിൽക്കാൻ പറഞ്ഞ്, അല്ലെങ്കിൽ മുടിയുടെ താഴ്ച ചെയ്യാൻ നല്ല പാടായിരിക്കും എന്ന് പറഞ്ഞു വൃന്ദ കമന്ന് കിടക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ഫേസ് മേക്കപ്പും ഹെയറും എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ സാരി ഡ്രേപ്പ് ചെയ്യാൻ പോവാണ്. സാരി വലിയ പരിപാടിയൊന്നുമില്ല, കാരണം നമ്മൾ 1 പ്ലീറ്റ് ഇട്ട് ഇടുന്നേ ഉള്ളൂ, പ്ലീറ്റ് പിടിക്കുന്നില്ല. അപ്പം നമുക്കിനി പെട്ടെന്ന് സാരിയൊക്കെ ചേഞ്ച് ചെയ്യാം. അങ്ങനെ താണ്ടെ സാരി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓർണമെൻറ്റ്സ് കൂടെ ഒക്കെ ഒന്ന് സെറ്റ് ആവണം. അപ്പം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയത് അടുത്ത വ്ളോഗിലേ ഉള്ളൂ കേട്ടോ. അപ്പം അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ വൃന്ദയുടെ ബ്യൂട്ടി പാർലറിൽ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. അപ്പം നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.